പെരുമ്പാവൂരിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. ഉടമസ്ഥൻ ആസാം സ്വദേശി ഹാരിജുൽ ഇസ്ലാം. വിവരങ്ങൾ ഞെട്ടിക്കുന്നത്. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. ക്രോസ് ന്യൂസിനു വേണ്ടി വാർത്തകൾ അവതരിപ്പിക്കുന്നത് നിരഞ്ജൻ. കേരള പോലീസ് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ബിൽഡിംഗിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ആസാം മൊബൈൽ ഷോപ്പിലാണ് വ്യാജരേഖ നിർമ്മിക്കുന്ന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആസാം നാഗൌൺ ജൂറിയ സ്വദേശി ഹാരിജുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഇയാൾ രേഖകൾ നിർമ്മിച്ചു നൽകുന്നത്. ഷോപ്പിൽ നിന്ന് വ്യാജ ആധാർ കാർഡുകൾ, ലാപ്ടോപ്പ്, പ്രിന്റർ, മൊബൈൽ ഫോണുകൾ, 1,00,000 രൂപ എന്നിവയും പിടികൂടി. പോലീസ് അന്വേഷണം പെരുമ്പാവൂർ ഭാഗത്തു വ്യാപിപ്പിച്ചിട്ടുണ്ട്. പരിശോധനയിൽ ഹെറോയിൻ വിൽപ്പന നടത്തിയ ഒരു മലയാളി ഉൾപ്പെടെ 6 പേരെ പിടികൂടി. കഞ്ചാവ് വിൽപ്പന നടത്തിയ 7 പേരെ അറസ്റ്റ് ചെയ്തു. പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ച 11 പേരെ കസ്റ്റഡിയിലെടുത്തു. അല്ലപ്ര കുരിശ് കവല ഭാഗത്ത് മദ്യവിൽപ്പന നടത്തിയ കാട്ടുംപിള്ളിൽ വിനീഷിനെ അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് മദ്യക്കുപ്പികൾ, വെള്ളം, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ എന്നിവയടങ്ങിയ ബാഗ് കണ്ടെടുത്തു. ശനിയാഴ്ച രാത്രി 10 മുതൽ ഞായർ പുലർച്ചെ 3 വരെ കൊച്ചി നഗരത്തിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് എന്ന പേരിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ മയക്കുമരുന്ന് കൈവശം വച്ചവരും ഉപയോഗിച്ചവരുമടക്കം 300 പേർ പിടിയിലായി. MDMAയും ഗഞ്ചാവും പിടിച്ചെടുത്തു. 38 ഇടങ്ങളിൽ നിലയുറപ്പിച്ച പോലീസ് അതുവഴി പോയ വാഹനങ്ങളടക്കം തുറന്നു പരിശോധിച്ചു. സംശയം തോന്നിയവരെ ദേഹപരിശോധന നടത്തി. 77 ലഹരിക്കേസുകളും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 193 കേസുകളും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് 27 കേസുകളും രജിസ്റ്റർ ചെയ്തു. പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരം 550ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് കമ്മീഷണർ അറിയിച്ചു. കേരള പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തി. കേരള പോലീസ് തുണിഞ്ഞിറങ്ങിയാൽ കുറ്റവാളികൾ അകത്താകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് ക്രോസ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.